പ്രൊഫസി ഈസ് ഫോർ എഡിഫിക്കേഷൻ. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. അപ്പോൾ നമ്മൾ 2026 ഒരു മാസം പെട്ടെന്ന് അങ്ങ് തീർന്നു. എന്നാൽ ഇനി പല കാര്യങ്ങളും ഈ വർഷം നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മളത് ചെയ്തെടുക്കും. ആരോടാ പറയുന്നത്? ദൈവവും നമ്മളുമായിട്ട് നമ്മളത് ചെയ്തെടുക്കും ഈ വർഷം. അത് എനിക്കുള്ള വർഷമാണ്. ലോകത്തിൽ എന്തെല്ലാം ചുറ്റുപാട് നടന്നാലും എൻ്റെ കാര്യത്തിൽ അവൻ ഇറങ്ങി വന്ന് ചെയ്യുമെന്നുള്ള ഉറപ്പ് അവനവൻ്റെ ഉള്ളിൽ, ഈ അന്തരാത്മാവ് നമ്മളോട് സംസാരിക്കണം. എന്തെല്ലാം നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ പല കാര്യങ്ങൾക്കും. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ച് അവരുടെ വലിയ വേദന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല. ഉറച്ച് വിശ്വസിക്കുക, ദൈവം പ്രാർത്ഥന കേൾക്കും. ഉറച്ച് വിശ്വസിച്ച് ദൈവം പ്രാർത്ഥന കേൾക്കുന്ന 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ ദൈവം ജയമെടുക്കും. അതാണ് നമ്മൾ ഈ വചനം പറയുന്നവരോട് ഒരാൾ പ്രാർത്ഥന റിക്വസ്റ്റ് ചോദിക്കുമ്പോൾ അവർക്ക് കാര്യം പ്രാർത്ഥിക്കുമ്പം കിട്ടുന്നതിൻ്റെ റീസൺ അവരുടെയോ നന്മയല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിയമം അനുസരിച്ച് 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും ഞാൻ തരും. അപ്പോൾ അവരുടെ ഒരു ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി അവർ നിലവിളിക്കുമ്പം നമ്മൾ അവരെ വിധിക്കാതെ അവരോട് ചേർന്ന് നിന്ന്, അത് 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് പറഞ്ഞാൽ അത് നടന്നിരിക്കുമെന്ന് പഴയ നിയമത്തിൽ പറയുന്നത് പോലെ 2 സാക്ഷികളുടെ സാക്ഷ്യം വലുതാണ്. അതുപോലെ 2 പേര് സ്വർഗത്തിലെ അപ്പച്ചൻ്റെ അടുക്കമെന്ന് പറയുമ്പോൾ ദൈവം പിന്നെ ഒന്നും നോക്കുന്നില്ല. അത് ഐക്യമായിട്ട് വന്നൊരു കാര്യം പറഞ്ഞാൽ ദൈവം അത് ചെയ്ത് തന്നിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. അത് പലപ്പോഴും ഞാൻ നോട്ട് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾ നമുക്ക് തന്നെ പരിഹരിക്കാൻ വയ്യാത്തവയാണ്. അത് നമ്മൾ സഹായിക്കണം എന്നുള്ള ആഗ്രഹത്തിലേ അല്ല അവർ വിളിക്കുന്നത്. അവർ എങ്ങനെയെങ്കിലും ഇതിനൊരു ഉത്തരം കിട്ടുമോ അങ്ങനെ വിളിക്കുന്ന ഉടനെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരുടെ ഉള്ളിലേക്കൊരു വലിയ സമാധാനം. അതായത് ഞാൻ ദൈവമല്ല, പിന്നെയോ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് എന്നെ കാണുന്നതെങ്കിൽ their concentration goes straight to the heaven, കർത്താവിലേക്ക് തന്നെ ചെല്ലുകയാണ്. അതുകൊണ്ട് നമ്മളൊരു ദൈവത്തെ കാണുന്നതിനൊരു തടസ്സമാകാതെ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കാൻ ഏതൊരു സാഹചര്യത്തിനും നമുക്ക് ഒക്കും. പലപ്പോഴും ഞാൻ ചെയ്യണമെന്നുള്ളതല്ല, എൻ്റെ കഴിവ്, എൻ്റെ പേരെന്ന് വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിച്ച ചില കാര്യങ്ങളൊക്കെ കിട്ടാതെ പോകുന്നത്. ഞാൻ നോട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലും പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് പലരും എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ച് ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാം. നിങ്ങൾ അങ്ങേ സൈഡിലെ ക്രിസ്തു എന്താ ചെയ്യുന്നത്? എനിക്കൊരു പ്രത്യേക കൃപയാണ്. അങ്ങേപ്പുറത്തിരിക്കുന്ന വ്യക്തിക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശു അവനെ നിൽക്കുന്നതായിട്ട് അവർ നേരിട്ട് കാണും. ബിക്കോസ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് മൈൻ. അപ്പോൾ ഞാൻ പറയുന്നത് യേശു അവിടെ വന്ന് നിൽക്കുന്നതായിട്ടും യേശു എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്നോട് തിരിച്ച് പറയണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിപ്പിക്കും. മിക്കവരും ഓൾമോസ്റ്റ് 75% they see the living God and they hear from him. ഒരു പുതിയ കാര്യമാണ് അല്ല, ബിക്കോസ് he is omnipresent. അവൻ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ 2027 ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് വേണ്ടിയവർ. അതായത് കേൾക്കാൻ മനസ്സുള്ളവരുടെ ചെവി തുറന്നിരുന്നാൽ ഇത് നിനക്ക് അനുഗ്രഹമാണ്. എന്നാൽ നീ കേൾക്കുന്നില്ല, മറുത്തു വെക്കുന്നുവെങ്കിൽ ഇതൊരു ഇടങ്കൽ പാറയായിട്ട് മാറി നിനക്ക് നാശമായിട്ട് മാറും. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുന്നത് നമ്മുടെ ആത്മീക വെളിച്ചമനുസരിച്ച് അന്തരാത്മാവിൻ്റെ ജീവനെ കൊണ്ട് അത് പ്രാപിച്ചെടുക്കണം. 1 തിമോത്തി 1:18 പറയുന്നു, മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കും. ദൈവം ഒരു ഓർഡർ, ഒരു കമാൻഡ് ഏൽപ്പിക്കുകയാണ്. നീ വിശ്വസ്തനും നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പം തിമോത്തിയോസിനോട് കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് പല പ്രവചനങ്ങൾ തന്നിരിക്കുകയാണ്. അത് നിനക്ക് നല്ല വിശ്വാസവും മനസ്സാക്ഷിയും എപ്പോഴും സൂക്ഷിച്ചിട്ട് അതിന് ഒരു യുദ്ധസേവ ചെയ്യണം. അതായത് ഒരു വാഗ്ദത്തം എനിക്ക് കിട്ടുമ്പോൾ ഒരു യുദ്ധമുണ്ട്. യുദ്ധമില്ലെങ്കിൽ അതിനകത്ത് വലിയ ശക്തിയില്ല. യുദ്ധമുണ്ടെങ്കിൽ നമുക്കത് കിട്ടേണ്ടതിന് ദുഷ്ടൻ ഓൾറെഡി വന്ന് നമുക്കെതിരായിട്ട് നിൽക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. ആ യുദ്ധസേവ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു, അതായത് പലപ്പോഴും നമ്മളിങ്ങനെ ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പെട്ടെന്നൊരു നല്ല ഒരാൾ വീട്ടിലേക്ക് വരുന്നെന്ന് പറയും. അപ്പോൾ നമുക്കവർക്ക് ഇഷ്ടമുള്ളവരാണ്. നമ്മൾ ഉടനെ എഴുന്നേറ്റ് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, അതിനുള്ള സാധനങ്ങൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനൊക്കെ ഒരു തടസ്സങ്ങൾ, അതായത് അതിനൊരു റെസിസ്റ്റൻസ് ഉള്ളത് നമ്മൾ മാറ്റി മുൻപോട്ട് പോകുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ പല തടസ്സങ്ങൾ യുദ്ധമായിട്ട് തോന്നുന്നുവെങ്കിലും നമ്മുടെ ഉള്ളിൽ പറഞ്ഞവനിൽ വിശ്വസ്തതയുണ്ട്. അതായത് എന്നോട് പറഞ്ഞവൻ ദൈവമാണ്, അവനത് ചെയ്തെടുക്കും
എന്നുള്ള ഒരു പൂർണ്ണമായ ബലം വരുമ്പോൾ ഏത് പിശാചിൻ്റെ തന്ത്രം അഴിഞ്ഞു പോകുമെന്ന്. ഇതെല്ലാം ഉള്ളിലാണ് വരേണ്ടത്, പുറമേ അല്ല. ഇത് അകത്ത് ദൈവത്തോടുള്ള അടുപ്പം കൊണ്ടാണ് ഉണ്ടാകേണ്ടത്. ഒരു വ്യക്തിയെ, അതായത് ഒരു ഭാര്യ ഒരു ഭർത്താവിനെ വ്യക്തമായിട്ട് അറിയുന്നത് പോലെ, ഒരു ഭർത്താവ് ഭാര്യയെ അറിയുന്നത് പോലെ, അപ്പനും അമ്മയും ഒന്നിച്ച് താമസിച്ച് അവരുടെ സ്നേഹബന്ധം ഉറപ്പിക്കുന്നത് പോലെ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചേ പറ്റൂ. ദൈവത്തിൻ്റെ നിർബന്ധം. ഒരു ദൂരെ നിൽക്കുന്ന ദൈവമല്ല. എന്തിനാണ് നമ്മൾ ഈ ദൈവത്തെ ദൂരെയാക്കി വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹീ ഈസ് എ ലവിങ് ഗോഡ്. ഹി വാണ്ട്സ് ടു ബി വിത്ത് അസ്. അതുകൊണ്ടല്ലേ വെളിപ്പാടി പറയുന്നുണ്ടല്ലോ 3:20, ബിഹോൾഡ് ഐ സ്റ്റാൻഡ് ആൻഡ് നോക്ക് അറ്റ് ദ ഡോർ. അതെ, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുകയാണ്. വാതിക്കൽ നമ്മുടെ ഹൃദയമാണ്, വേറെ എങ്ങുമല്ല. വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ്. അപ്പോൾ 2026 ഇഷ്ടം പോലെ വാഗ്ദത്വങ്ങൾ. ഏതൊരു വാഗ്ദത്വവും വേദപുസ്തകത്തിലുള്ള നമ്മുടേതാക്കണമെങ്കിൽ നമ്മളതെടുത്തിട്ട് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അത് അവർക്ക് കിട്ടുന്നു, എനിക്ക് കിട്ടും, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഈ എക്ലീസിയാസ്റ്റിക്, അതായത് സഭാപ്രസംഗി 4:9 പറയുന്നു, 2 പേർ, 2 are better than 1 because they have a good return for their work. If one falls down, his friend can help you. A cord of 3 cannot be broken or not be easily broken. അതായത് സഭാപ്രസംഗി പറയുന്നുണ്ട്, 2 പേരൊന്നിച്ച് നിൽക്കുന്നത് എപ്പോഴും ബലമാണ്. 30 ചരട് മുറിച്ച് കളയാൻ എളുപ്പമല്ല. അപ്പം നമ്മൾ വിവാഹത്തിന് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാഗ്ദത്തമാണിത്. എ കോഡ് ഓഫ് 3 strands is not quickly broken. അതായത് നമ്മൾ 3 ചരടാണ്. അതുകൊണ്ടാണ് ദൈവം നടുക്കും, ഭാര്യ ഭർത്താവ് ഇടതും വലതും നിന്നുകൊണ്ടാണ് ഈ വിവാഹം നെയ്തെടുക്കുക എന്ന് നമ്മൾ പറയും. നമ്മൾ നെയ്യുന്നത് പോലെ 3 പേരൊന്നിച്ച് പിന്നെ എടുക്കുന്നത് പോലെ ഈ നടുക്കുള്ള ഈ സ്ട്രാൻഡ് ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ വിവാഹം വളരെ പ്രസക്തമാണ്. നടുക്ക് നിൽക്കുന്ന ദൈവമാണെന്ന് നമ്മൾ മനസ്സുകൊണ്ട് കാണുന്നു എങ്കിൽ ആ ദൈവത്തിൻ്റെ ഉടമ്പടിയിലാണ് 2 പേര് ഭാര്യയും ഭർത്താവ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് എങ്കിൽ എന്ത് പ്രശ്നം വന്നാൽ ഈ നടുക്ക് നിൽക്കുന്ന ദൈവം അത് പരിഹരിക്കാൻ വിശ്വസ്തനാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളിൽ ഒരാൾ പറയും, എനിക്ക് ദൈവത്തെ വേണ്ട. കാരണം നമ്മളിലുള്ള ജഡമാണ്. ഈ വിവാഹം കഴിച്ച് കഴിയുന്ന ഉടനെ ഇതുവരെ ഒറ്റയായിട്ട് ജീവിച്ച 2 വ്യക്തികൾ 2 പേരുടെയും സ്വാർത്ഥമായ ചിന്തകളെ മാറ്റി ഐക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവാഹത്തിൽ തടസ്സം വരുന്നതിൽ പ്രശ്നം വരുന്നത് അവനവനിലുള്ള സ്വാർത്ഥമായ ജഡീക ചിന്തകളെ ഉടച്ചു കളയാൻ വേണ്ടിയാണ് 2 പേരും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഉള്ളവരെ ദൈവം ആക്കുന്നത്. പക്ഷേ ഉടമ്പടിയിലാണ് ഞാൻ സ്ഥിരപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ വ്യക്തിയുള്ള നന്മയോ ബലമോ അല്ല ഞാൻ ഇപ്പോൾ നോക്കുന്നത്. ഈ വ്യക്തി എനിക്ക് തന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാൻ ഈ വ്യക്തിയെ കാണുമ്പോൾ ഞാൻ മൂലമാണ് ആ വ്യക്തിക്ക് വ്യത്യാസം, ആ വ്യക്തി മൂലമാണ് എനിക്ക് വ്യത്യാസം വരേണ്ടതെന്ന് ചിന്തിച്ച് കഴിയുമ്പം എവ്രിതിങ് കംസ് ഔട്ട് ഇൻ എ ഡിഫറെൻ്റ് ആംഗിൾ. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ ഒറ്റ സൈഡിൽ നിൽക്കണം. വി ആർ എ ടീം. അപ്പനും അമ്മയും ഒരു സൈഡിൽ നിൽക്കണം. ഒരു ടീമാണ് നമ്മൾ. അത് ദൈവത്തിന് നിർബന്ധമാണ്. അങ്ങനെ നിൽക്കുന്നു എങ്കിൽ ഒരു ശത്രുവിനകത്ത് കയറാനൊക്കത്തില്ല. പലപ്പോഴും അതാണ് ആദത്തിനും ഹവ്വയ്ക്കും സംഭവിച്ചത്. ആദം ഹവ്വ ഒന്നിച്ച് നിന്നിരുന്നു എങ്കിൽ ഹവ്വയോട് പറഞ്ഞ നിമിഷത്തിൽ തന്നെ ആദം ദേഷ്യപ്പെട്ടേനെ. അവർ മാറി അങ്ങോട്ടും. അതുകൊണ്ട് ഹവ്വയുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒന്നും ആദം അറിയുന്നില്ല. ലാസ്റ്റിൽ പാപം ചെയ്തു കഴിഞ്ഞ് ആപ്പിൾ അല്ലെങ്കിൽ ഫലം കൊണ്ട് കൊടുത്തു വെച്ച് അത് കഴിക്കുന്നു, ഒരു മടിയും കൂടാതെ. കാരണം ദേ ഹാവ് ഗോൺ സെപ്പറേറ്റ് ഇൻ ദെയർ തിങ്കിങ്. വി ഷുഡ് നെവർ ഡൂ ദാറ്റ്. ഏതൊരു കുടുംബത്തിൻ്റെ ഐശ്വര്യം, ഏതൊരു സ്ഥാപനത്തിൻ്റെ ഐശ്വര്യവും ഐക്യതയുടെ ആത്മാവ്. നമ്മൾ ചെറുതായിട്ട് നോക്കുമ്പോൾ സിംഗിൾ സെൽ, ന്യൂക്ലിയർ സെൽ കുടുംബങ്ങളിൽ പോലും അതിപ്പം ബ്രേക്ക് ചെയ്യാണ്. ബിക്കോസ് ദ ഡെവിൾ വാണ്ട്സ് ടു ഡൂ ദാറ്റ് ആൻഡ് വി ഫോൾ പ്രേ ഫോർ ദാറ്റ്. ആ ദുഷ്ടൻ്റെ അടിമത്വത്തിലേക്ക് നമ്മൾ പോയിട്ട് നമുക്ക് ജഡീക ആഗ്രഹങ്ങളെല്ലാം അവൻ സാധിപ്പിച്ചു തരുമ്പോൾ ദൈവം നമ്മളെ അല്പനേരത്തേക്ക് ശിക്ഷണത്തിൽ വലിയ നിലനിൽക്കുന്ന അനുഗ്രഹം തരുന്നതിന് തടസ്സമാക്കി നിൽക്കുന്നത് ജഡീക ശക്തികളാണ്. 2026 സകലവിധ അനുഗ്രഹങ്ങൾ അതാ പറയുന്നത്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ തന്നെ കടന്നു വന്നിരിക്കുന്ന ദൈവമാണ്. അതിന് സിമ്പിളായിട്ട് ഒറ്റയൊരു കാര്യം, വളരെ വാഗ്ദത്തങ്ങൾ എഴുതി ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാനതിൽ ഇടയ്ക്കിടയ്ക്ക് വായിക്കും. പക്ഷേ മെയിനായിട്ട് എൻ്റെ ചിന്തയിൽ പോകുന്നത്, ദൈവം ഏദൻ തോട്ടത്തിൽ ആദത്തിനെ ഹവ്വായെ ഉണ്ടാക്കിയപ്പോൾ ആ ഏദൻ തോട്ടത്തിൽ സകലവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. അവിടെ AC പോലെയായിരുന്നു, അവിടെ ഫലഭൂയിഷ്ടങ്ങളുണ്ടായിരുന്നു,
മൃഗങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു. അവർക്ക് വേണ്ട വെള്ളം അവരുടെ നടുക്കൂടെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. അവർക്ക് എന്ത് വേണേലും എപ്പം വേണേലും കഴിക്കാമായിരുന്നു. എവിടെ വേണേലും ഭയമില്ലാതെ കിടക്കാമായിരുന്നു. ദൈവത്തോട് എപ്പം വേണമെങ്കിലും എല്ലാ ദിവസവും വൈകിട്ട് സംസാരിക്കാമായിരുന്നു. ഇത്ര എല്ലാം കരുതി ഉണ്ടാക്കി വെച്ച പിതാവിനെ മറന്നിട്ടാണ് ആദ്യം തെറ്റ് ചെയ്തതെന്ന് ഓർക്കണം. അപ്പോൾ നമ്മളൊട്ടും വ്യത്യാസമല്ല. സോ വി ഹാവ് ഗോൺ എസ്ട്രേ ഫ്രം ദ ലിവിങ് ഗോഡ്. 2026 ഒരു തീരുമാനം എടുക്കുകയാണ്. അർത്ഥം എന്ത് വന്നാലും ഞാൻ തിരിച്ച് നിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. വി ആർ കമ്മിങ് ബാക്ക് നോ മാറ്റർ വാട്ട്. എന്ത് വന്നാലും ഒരു പറയുമ്പോഴേ അതൊരു തീരുമാനമാണ്. ഇപ്പോൾ വലതുഭാഗത്ത് കള്ളൻ മനസ്സിലാ തീരുമാനം വെച്ചിരുന്ന ഒരു ഗുണമില്ല. ദൈവമേ, രാജ്യത്വം നീ പ്രാപിക്കുമ്പോൾ, ഇതെല്ലാം മനസ്സിലെ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ, ഇപ്പോൾ ഇന്ന് നിന്നെ ഞാൻ ഓർത്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ സമയം. റൈറ്റ് നൗ നമുക്കൊരു ഒരു ഒരു കോള് ദൈവം ഇട്ട് തരികയാണ്. ആർ യു വില്ലിങ്? എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ സകലത്തിനും മതിയാൻ. എന്നെ അറിയണമെങ്കിൽ നീ ഏദൻ തോട്ടത്തിൽ എത്തണം. അതാണ് ഈ വചനം ഞാൻ അയക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. നമ്മളിപ്പം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ ഇപ്പം ജീവിക്കാൻ പാടാണ്. നമ്മുടെ ശരീരം പാപത്തിന് അടിമയായിരിക്കുന്നു. പക്ഷെ മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് നമുക്ക് തീർത്തും ഏദൻ തോട്ടത്തിൽ ദൈവവും നമ്മളുമായിട്ട് സന്തോഷിക്കുന്നത് കാണാൻ ഒക്കും. വി ക്യാൻ വിഷ്വലൈസ് ഇറ്റ്. നമ്മളും ദൈവവുമായിട്ട് ഒന്നിച്ച് കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ അപ്പച്ചൻ ഒരുക്കി വെച്ചിരിക്കുന്ന മേശ. അപ്പച്ചൻ എപ്പോഴും നമ്മളൊരു ഇത്ര നല്ലൊരു അപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മേശ ഒരുക്കി കഴിയുമ്പോൾ അവിടെ ഇല്ലാത്ത ഒന്നുമില്ല. എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു അമേരിക്കൻ സ്ത്രീയായിരുന്നു. ഒരു നന്നായിട്ട് പടം വരയ്ക്കും. അപ്പോൾ കർത്താവിൻ്റെ ബാങ്ക്വറ്റ് ഹോൾ, അതായത് കർത്താവിൻ്റെ മേശ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അവർ വരയ്ക്കുമ്പോൾ അവർ വരച്ച് നീണ്ട ഒരു ടേബിളാണ് വരച്ചു വെക്കുന്നത്. എന്നിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പ്ലേറ്റ്, അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കപ്പ്, അവരവർക്ക് ഇഷ്ടമുള്ള ഫോർക്ക്, നൈഫ്, അവരവരുടെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെ ഓരോരുത്തർക്കും നിരത്തി വെച്ചിരിക്കുന്ന ഒരു യേശുവിന്. എന്താണ് നമ്മുടെ ആവശ്യം? അടുക്കിലേക്ക് കടന്നു വാ നാഥാ, നിൻ്റെ അടുക്കിലേക്ക് ഞങ്ങളെ കടന്നു വന്ന് പൂർണ്ണമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനായ ദൈവം ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുടെ കൂടെ ജീവിക്കാനും ഞങ്ങളെ സഹായിക്കാനും അവിടുത്തെ മഹത്വം കാണിക്കാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പുത്രനായ യേശു ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ബലഹീനതയും ഞങ്ങളുടെ കുറവുകളും മാത്രം കാണിച്ചുകൊണ്ട് ദുഷ്ടപിശാച് എന്നും നിന്നിൽ നിന്ന് അകറ്റാൻ നോക്കുമ്പം ഒരപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ അപ്പൻ്റെ സ്നേഹം ഞങ്ങളിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരപ്പനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറഞ്ഞാലും കർത്താവേ ഞങ്ങൾ അപ്പൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കും. അതുപോലെയുള്ള സ്വാതന്ത്ര്യം ഇന്ന് ക്രിസ്തുവിൽ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഇവിടെയും കേൾക്കുന്ന പല പ്രയാസങ്ങൾ ഞങ്ങളുടെ തലയ്ക്കകത്തോട്ട് കയറ്റാതെ, ചിലർക്കൊക്കെ വീടുകളുടെ പണിയുന്നതിനായിരിക്കും, കർത്താവെ കടം കയറിയിട്ടുണ്ടായിരിക്കും, ജോലിയുടേതായിരിക്കും, കർത്താവ് വിവാഹത്തെക്കുറിച്ചാണ്, മക്കളെക്കുറിച്ചാണ്, എല്ലാ മാരേജിനെ കുറിച്ചാണ്, ഒക്കെയുള്ള ഭാരങ്ങൾ പലർക്കും ഉണ്ട്. അപ്പം അവയെല്ലാം പിതാവ് അറിയാതെ ഒന്നും ഈ ഭൂമിയിൽ നടക്കുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാം നഗ്നവും മലർന്നുമിരിക്കുന്നു. അവ തക്ക സമയത്ത് അവ തിരിച്ചു കൊണ്ടുവരാൻ അവിടുന്ന് വിശ്വസ്തനാണ്. അവിടുത്തെ വിശ്വസ്തതയിലേക്ക്, അവിടുത്തെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒത്തിരി കടന്ന് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളും കൊണ്ടുവെക്കുമ്പം നാഥൻ പറയുന്നു, കം അൺടു മീ ഓൾ ദോസ് ഹൂ ആർ വിയറി ആൻഡ് ഹെവി ലേഡ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളുടെ ഭാരങ്ങളെ വഹിച്ചു കൊള്ളാം. അവിടുന്ന് പറഞ്ഞിട്ട് എത്ര പേര് അത് അനുസരിക്കുന്നുണ്ട്, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. കർത്താവേ, അങ്ങനെയുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഇന്ന് ഇട്ടു തരണേ അപ്പച്ച. അതൻ പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അനുഗ്രഹങ്ങൾ ഒന്നിൻ്റെ പുറകെ നദി പോലെ ഒഴുകി വരുമ്പം അത് പ്രാപിച്ചെടുക്കുന്നതിൻ്റെ തടസ്സം ഞാൻ നീയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തടസ്സമാണ് എങ്കിൽ അതിന് മുമ്പിലുള്ള ഡെബ്രിസ്, അതിന് മുമ്പിലുള്ള അഴുക്കുകളെല്ലാം എടുത്തു മാറ്റിയേച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതിൻ്റെ സാന്നിധ്യം ജീവജലം പോലെ ഞങ്ങളുടെ ഉള്ളിലേക്ക് പകരട്ടെ അപ്പച്ച. ഈ ജലം തലതൊട്ട് കാല് വരെ ഒഴുക്കി ഇത് ശുദ്ധമാക്കുന്നതാകയാൽ ഈ ശുദ്ധജലം ഞങ്ങളുടെ മേൽ ഒഴുക്കിയിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. കഷ്ടങ്ങളിലും ഭാരങ്ങളിലും വിഷമങ്ങളിലും ഇരിക്കുന്ന കുടുംബങ്ങൾ ഇത് കേൾക്കുമ്പോൾ അവരുടെ മേലേക്ക് ജീവൻ്റെ നദി വന്ന് വീഴുന്നതായിട്ടും അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ വാതിൽ അവർക്ക് തുറക്കുന്നതായിട്ടും നിൻ്റെ ആത്മാവരോട് സംസാരിക്കണമേ. ഞാൻ പറയുന്നതിൽ എളുപ്പമല്ലേ അപ്പച്ച, അപ്പച്ചൻ്റെ ശബ്ദം അവർ കേൾക്കുന്നത്, നിൻ്റെ ശബ്ദം അവർ വ്യക്തമായിട്ടും കേട്ടിട്ട്
ഉറച്ചു വിശ്വസിച്ച് നീയാകുന്ന ആണിക്കല്ലിന്മേൽ, കർത്താവേ നീയാകുന്ന മൂലക്കല്ലിന്മേൽ, നീയാകുന്ന ജീവൻ്റെ മേൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇടതോട്ടോ വലതോട്ടോ നോക്കാതെ മുൻപോട്ട് തന്നെ പോകാൻ നീ ഞങ്ങളെ ആഹ്വാനം ചെയ്യുമ്പം കർത്താവേ നിന്നിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇതാ ചെങ്കടൽ രണ്ടായിട്ട് നീ തുറന്നു തന്നിരിക്കുകയാണ്. ഇത് ദൈവമക്കൾക്ക് ഇതിൽ കൂടെ കടന്നു പോകാനുള്ള, ശത്രു ഇതിൽ കയറത്തില്ല, കയറിയാൽ ദൈവം അവനെ നശിപ്പിക്കും. അങ്ങനെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും നീ കനാൻ ദേശത്തേക്ക് എത്തിക്കുന്നത് പോലെ വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആ വലിയ കൃപയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.